പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയൽടി ഹിന്ദി ഇന്റർവ്യൂകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പല ജില്ലകളുടെയും കഴിഞ്ഞു, ഇനിയും ഒരുപാട് ജില്ലകളുടെ വരാനുണ്ട്. ഡേറ്റ് ഒക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജൂണിലെ കലണ്ടർ കൂടി PSC കലണ്ടർ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഡേറ്റ് അറിയാത്തവർ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിലായിരിക്കും മെസ്സേജ് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പ്രത്യേകം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ജയൽടി ഹിന്ദി ഇന്റർവ്യൂക്ക് തയ്യാറായി നിൽക്കുന്ന കുട്ടികൾ ചോദിക്കേണ്ടായിരുന്നു, സർ കഴിഞ്ഞ ജില്ലകളിൽ അവർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ, ഏതൊക്കെയായിരുന്നു ചോദിച്ചിട്ടുള്ളത്. സെയിം ചോദ്യങ്ങൾ തന്നെ ഇവിടെ ചോദിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. പക്ഷെ എന്നായിരുന്നാലും നമുക്കൊരു ചോദ്യത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇന്നതൊക്കെയാണല്ലോ അല്ലെ, ഇന്ന ഏരിയ ഒക്കെ ആണല്ലോ ചോദ്യങ്ങൾ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ വേറെ ജില്ലയിൽ ചോദിച്ചാൽ അതേ ചോദ്യങ്ങൾ ഇപ്പുറത്ത് ചോദിക്കും എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു ആശ്വാസത്തിന്, നിങ്ങൾക്കൊരു സമാധാനത്തിന് എങ്ങനെയൊരു പ്രിപ്പറേഷൻ നടത്തണം എന്നറിയുന്നതിന് വേണ്ടി ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത്തരം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ജയൽടി ഹിന്ദി ഇന്റർവ്യൂ ബാച്ചിൽ ജോയിൻ ചെയ്ത ആ കുട്ടി ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും ആ കുട്ടിയുടെ അനുഭവം പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വോയിസിൽ കേൾക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. ഞാൻ എക്സ്പാർക്ക് ജയൽടി ഹിന്ദി ഇന്റർവ്യൂ കോച്ചിങ്ങിലെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞ വീക്കിലായിരുന്നു, കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ എക്സ്പാർക്കിലെ ക്ലാസ് എല്ലാം കണ്ടിട്ടായിരുന്നു പോയത്. ജനറൽ സെക്ഷൻ ആണെങ്കിലും മോട്ടിവേഷണൽ ആണെങ്കിലും കണ്ടന്റ് സെക്ഷൻ ആണെങ്കിലും എല്ലാ സെക്ഷനും കണ്ടിട്ട് പോയതുകൊണ്ട് തന്നെ നമുക്ക് അവരെങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളൊരു മുൻധാരണ ആ ഒരു ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് ബേസ് ചെയ്താണ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പ്രിപ്പയർ ചെയ്തിരുന്നത്. പിന്നെ ബയോഡാറ്റ എന്നോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ബയോഡാറ്റ ബേസ്ഡ് ആയിരുന്നു. നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വെച്ചിട്ടും പിന്നെ അംബിഷൻ അതിൽ നമ്മൾ എഴുതുന്ന എന്താണോ ആ ഒരു ടൈപ്പ് ഓഫ് ആൻസർ വെച്ചിട്ടായിരിക്കും നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഹിന്ദിയിൽ നല്ല പോലെ നമ്മളെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെ കൊടുക്കുക. അതിനുശേഷം എന്നോട് ഹിന്ദി സാഹിത്യ റിലേറ്റഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഹിന്ദി സാഹിത്യത്തിൽ അജ്ഞയിൻ്റെ പ്രമുഖ രചനകൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്താനാണ് പിന്നെ പറഞ്ഞത്. ശേഷം എന്നോട് ഹിന്ദി ഗ്രാമറിൽ ഒരു പോർഷൻ ഡെമോ ക്ലാസ് എടുത്ത് കാണിക്കാൻ പറഞ്ഞു. മുന്നിലിരിക്കുന്ന അവരെല്ലാവരും സ്റ്റുഡൻസ് ആണെന്ന് കരുതി അവരോടൊരു ക്ലാസ്സിൽ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ക്ലാസ് എടുത്ത് കാണിക്കാൻ പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചത്, ഞാനൊരു BEd സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എന്നോട് ചോദിച്ചത് കൂടുതലും സൈക്കോളജി പരമായിട്ട് ZPD എന്താണെന്ന് ചോദിച്ചു, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. പിന്നെ എന്നോട് സബ്ജക്റ്റ് എക്സ്പേർട്ട് ചോദിച്ചത് ട്രാൻസ്ലേഷൻ ആയിരുന്നു. ട്രാൻസ്ലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ട്രാൻസ്ലേഷൻ എന്താണ്, അതിൽ നമ്മുടെ വേൾഡിൽ ട്രാൻസ്ലേഷനായിട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ചോദിച്ചിരുന്നു. പിന്നെ ബുക്കർ പ്രൈസ് കിട്ടിയ രചന, ഹിന്ദിയിൽ ബുക്കർ പ്രൈസ് കിട്ടിയ രചന ഏതെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. എനിക്ക് ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് എല്ലാത്തിനും ആൻസർ പറയാൻ പറ്റി. ഒരു ക്വസ്റ്റ്യന് പോലും എനിക്ക് വിട്ട് കളയേണ്ടി വന്നില്ല. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ നല്ല കോൺഫിഡൻറ്റോടു കൂടി എല്ലാ തരത്തിലും എനിക്ക് ഉത്തരങ്ങൾ നൽകാൻ കഴിഞ്ഞു. പിന്നെ എന്നോട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു അധ്യാപകർക്ക് വേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ അധ്യാപകർക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, ഈ 2 ക്വസ്റ്റ്യൻസും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ കൊണ്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ. താങ്ക് യു ഫോർ എക്സ്പാർക്ക് ജയൽടി ഹിന്ദി ഇന്റർവ്യൂ കോച്ചിങ്. ഓക്കെ, അപ്പൊ കേട്ടല്ലോ നിങ്ങൾ ജയൽടി ഹിന്ദി ഇന്റർവ്യൂ പങ്കെടുത്ത കുട്ടിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സന്തോഷം, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇപ്പൊ ഇനിയും നമ്മുടെ ഇന്റർവ്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ചോദ്യങ്ങളിലൂടെയാണ് പോയിട്ടുള്ളതെന്ന്. നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലെ ഇന്റർവ്യൂ കഴിയുണ്ടായിരുന്നു ജയൽടി ഹിന്ദിയുടെ. അപ്പൊ അവിടെ എല്ലാവരോടും ചോദിച്ച ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രോ ആണ്. അപ്പൊ അവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പൊ കോഴിക്കോട് ഇന്റർവ്യൂ നടന്നപ്പോഴും ഒക്കെ പൊതുവെ ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു, സെൽഫ് ഇൻട്രോ ആണ്. അപ്പൊ സെൽഫ് ഇൻട്രോ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വൃത്തിയായി ഹിന്ദിയിൽ തന്നെ പഠിച്ചു പോകുക. അപ്പോൾ ഇവർ ആ സെൽഫ് ഇൻട്രോ ഹിന്ദിയിൽ തന്നെയാണ് ചോദിച്ചത്. സബ്ജക്ട് എക്സ്പേർട്ട് ചോദിക്കുകയും അവർ ഹിന്ദിയിൽ തന്നെയാണ് പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ കാണാപ്പാഠം പഠിച്ച് ഇങ്ങനെ പറയുന്ന രൂപത്തിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവും സെന്റൻസ്. എന്നിരുന്നാൽ പോലും കാണാപ്പാഠം പഠിച്ച് പറയുന്ന രൂപത്തിൽ പറയാതെ നമ്മളൊരു സാധാരണ സംസാര ശൈലിയിൽ എങ്ങനെ പറയുന്നു അത് രൂപത്തിൽ ഹിന്ദിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം പറയുക. അപ്പൊ സെൽഫ് ഇൻട്രോ ആണ്
എല്ലാവരോടും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതെല്ലാവരും നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം കേട്ടോ. പിന്നെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ബയോഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും അവരുടെ ഹോബികളെ കുറിച്ച് ഇപ്പോൾ റീഡിങ് ഹോബി എഴുതിയിട്ടുള്ള ആളുകളെ കുറിച്ച്. അപ്പോൾ ഇഷ്ടപ്പെട്ട പുസ്തകം എന്നുള്ള ചോദ്യം അവിടെ വരികയുണ്ടായിരുന്നു. സ്ലീപ്പിംഗ്, ഉറക്കം ഹോബി എന്ന് പറഞ്ഞപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഹോബീസ് അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ അംബിഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റാണ്. ഇപ്പോൾ റീഡിംഗ് ഒക്കെ എഴുതുന്നവർ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട പുസ്തകം ചോദിക്കുമ്പോൾ ഏതെങ്കിലും പുസ്തകം പെട്ടെന്ന് പറഞ്ഞു പോകരുത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്, ഇതിലൊരു കഥയുടെ ആശയം എന്താണ്, കഥാപാത്രങ്ങൾ ഏതാണ് എന്നുള്ള 2-3 പുസ്തകങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. റീഡിംഗ് ഹോബി എഴുതുന്ന ആളുകൾ കേട്ടോ. അപ്പൊ ഏത് ഹോബി ഇതാക്കി കഴിഞ്ഞാലും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. സെൽഫ് ഇൻട്രോ, ബയോഡാറ്റ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിച്ചത് ടീച്ചിങ് സ്കില്ലാണ് കേട്ടോ. ഒരു ടീച്ചേഴ്സിനുള്ള സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒരു ടീച്ചറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ഉണ്ട് അല്ലെ, ക്വാളിറ്റീസും ഉണ്ട്, ഒരു ടീച്ചറിന് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളും ഉണ്ട് അല്ലെ. ഇപ്പൊ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പറയാം ക്ഷമ, അതുപോലെ വിശ്വസ്തത, സത്യസന്ധത, ഇതൊക്കെ ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട എന്താണ്, ക്വാളിറ്റി ആയിക്കൊണ്ട് നമുക്ക് പറയാം. അതുപോലെ എന്താണ്, സമയനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. എല്ലാം പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവമാകരുത് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടീച്ചറുടെ സ്കില്ലുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചറിന് ഉണ്ടായിരിക്കേണ്ട സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലാണ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഒരാൾക്ക് നല്ല അറിവുണ്ട്, അയാൾ MA കഴിഞ്ഞാണ്, BEd കഴിഞ്ഞാണ്, നെറ്റ് സെറ്റ് കഴിഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പഠിച്ചിട്ടുള്ള നോളജ് എന്ത് ചെയ്യണം, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അയാൾക്ക് സാധിക്കണം, പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്, ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, പുതുതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ചിന്തിക്കാനും ആലോചിക്കാനും അത് കൊണ്ടുവരാനും നടപ്പിൽ വരുത്താനൊക്കെ കഴിയണം. അതായത് ഇപ്പോൾ ഒരു പാഠഭാഗം നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഓക്കെ ഈ ഒരു സംഭവം കിട്ടുന്ന പുതിയൊരു ആക്ടിവിറ്റി നമുക്ക് എങ്ങനെ കൊടുക്കാം, അപ്പൊ അതിന് ക്രിയേറ്റിവിറ്റി ഉള്ള ടീച്ചർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സാധിക്കുള്ളൂ. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത് എന്ത് സംഭവം ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക, നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതും ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലാണ്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്റർപേഴ്സണൽ സ്കില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ക്ലാസ് റൂമിൽ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കുട്ടികളായിരിക്കും അല്ലെ. ചിലപ്പോൾ നല്ല ദേഷ്യക്കാരനായ കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ വികൃതിരിക്കുന്ന കുട്ടികളുണ്ടാവും, പാവം കുട്ടികളുണ്ടാവും. അപ്പൊ ഇവരോടൊക്കെ എങ്ങനെ എന്ത് ചെയ്യണം, ഇടപഴകണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഒരു ടീച്ചറിന് കൃത്യമായിട്ടൊരു സ്കിൽ ഉണ്ടായിരിക്കും. ഇന്റർപേഴ്സണൽ സ്കില്ല് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ടീച്ചറിന് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. ഇത് പലരോടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഗ്രാമർ ഭാഗത്തിൽ നിന്നും ചോദ്യം വന്നു. ഹിന്ദിയുടെ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ഗ്രാമർ ഭാഗങ്ങളും ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചു എന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമർ ഭാഗം ഒരു കുട്ടിയെ പഠിപ്പിക്കണം. അപ്പോൾ അവരെ ആ ഇന്റർവ്യൂ ബോർഡിനെ കുട്ടികളായി സങ്കല്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ വലിയ സംഭവങ്ങൾ എടുത്ത് ഇതാക്കാതെ ഒരു ചെറിയൊരു ഗ്രാമർ പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രിപ്പയർഡ് ആകാം. എന്നിട്ട് അതെങ്ങനെ കുട്ടികളിലേക്ക് അവതരിപ്പിക്കണം. നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ ഉള്ള കുട്ടികളിലേക്കായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ നമ്മളിപ്പോൾ MA BEd ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളെ പോലെ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന പോലെ വലിയ സീരിയസ് ആയിട്ട് സംഭവങ്ങളൊന്നും എന്ത് ചെയ്യരുത്, പഠിപ്പിക്കരുത്. ഒരു ചെറിയ ഗ്രാമർ ഭാഗം എടുത്തിട്ട് എങ്ങനെ രസകരമായിട്ട് അത് കുട്ടികളിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവതരിപ്പിച്ചു കൊടുക്കാൻ പറ്റും, അതാണ് അവിടെ സ്കില്ല് നോക്കുന്നത്. അല്ലാണ്ട് നമുക്ക് അവിടെ ആ ഗ്രാമർ അറിയോ എന്നുള്ളൊരു സംഭവം ഉണ്ട്, ഓക്കെ അത് തന്നെ. പക്ഷെ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഗ്രാമർ ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കി പോവുക. നമ്മുടെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഗ്രാമർ ഭാഗങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഗ്രാമർ ഭാഗം കുട്ടിയെ പഠിപ്പിക്കേണ്ടത് എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർഡ് ആയിട്ട് പോവുക കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ പലപ്പോഴും സാർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സാഹിത്യ വിഭാഗം ഏതാണെന്നുള്ളത് അല്ലെ, കഹാനി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സാഹിത്യ വിഭാഗം അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ അതിൽ തന്നെ
ഒരാളെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ ചോദിച്ചിരുന്നു. കൃതികൾ ആ ഒരു ശൈലി തന്നെയായിരുന്നു നമ്മൾ മോക്ക് ഇന്റർവ്യൂവിലും കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കൃതി ഏതാണ്, അപ്പൊ ഇന്നതാണെങ്കിൽ ആ കഥയുടെ ആശയം എന്താണ്, കഥാപാത്രങ്ങൾ ഏതാണ്, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാഹിത്യകാരന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പറയുകയാണെങ്കിൽ അയാളെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കൃതികള്, ആ കൃതിയിൽ തന്നെ നിങ്ങൾ പറയുന്ന കൃതിന്റെ ഒരു കഥാ ആശയം, അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ സൈക്കോളജിയുടെ ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ കൺസ്ട്രക്റ്റിവിസം. ഇതും നമ്മൾ മോക്ക് ഇന്റർവ്യൂവിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. കൺസ്ട്രക്റ്റിവിസം അതായത് ഇപ്പോഴത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കുട്ടികൾ എന്ത് ചെയ്യാണ്, വിദ്യ ആർജിച്ചെടുക്കുകയാണ് അല്ലെ, സ്വയം കണ്ടെത്തി എടുക്കുകയാണ്. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത്, ടീച്ചർ റോൾ എന്ന് പറയുന്നത്, ടീച്ചർ എന്ത് ചെയ്യാണ്, ഒരു ഗൈഡ് കൊടുക്കുകയാണ്. സ്കഫോൾഡിങ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വൈഗോട്സ്കി അതിനെ വിളിച്ചത്. വൈഗോട്സ്കിയുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ സ്വയം കണ്ടെത്തി പഠിക്കുക, ഡിസ്കവറി ലേണിംഗ് ഒക്കെ അതിന്റെ ഭാഗമാണ്. ടീച്ചർ അവിടെ എന്ത് ചെയ്യുക, അവിടെ ഒരു വഴികാട്ടിയായി നിന്ന് കൊടുക്കുക. അപ്പൊ അതിൽ ഒരു ഭാഗമായ ZPD എന്താണെന്ന് ചോദിക്കേണ്ടായിരുന്നു. ZPD ഫുൾ ഫോം എന്താണെന്ന് പറയേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു തിയറി കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുക. പ്രത്യേകിച്ച് പറയാൻ തിയറികൾ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് തിയറികളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമുക്കൊരു എഡ്യൂക്കേഷൻ പോളിസി നോക്കുമ്പോൾ വന്നിട്ടുള്ള കുറച്ച് ടേംസുകളുണ്ട്. അതിനകത്ത് ഒന്നാണ് ഈ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പൈറൽ കരിക്കുലം, ബ്രൂണറുടേത്, ഡിസ്കവറി ലേണിംഗ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി പോകുക കേട്ടോ. അപ്പൊ ZPD എന്താണെന്നുള്ളത് പലതവണ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്താണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നിങ്ങൾ ആ തിയറി മൊത്തത്തിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോകുക കേട്ടോ. ഒറ്റ വാക്യം വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതായത് ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന പഠനത്തിന്റെ ഏരിയ. ചില കുട്ടികൾക്ക് ഒറ്റയ്ക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലേണിങ്ങിന്റെ ഏരിയ കവർ ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക്. എന്നാൽ ഇത്രയും ഭാഗം ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയക്കാണ് ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു തിയറി കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിട്ട് പോകുക. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അതിൽ ഒന്ന് എന്താണ്, മോക്ക് ഡ്രില്ലിനെ കുറിച്ചുള്ള ഒരു സംഭവം നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതെന്താണെന്ന് ചോദിക്കേണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ ചോദിച്ചെന്ന് പറയാം. ഇതെന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് എന്നുള്ളത് ചോദിക്കാം മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട്. അതുപോലെ ജെൻഡർ, ഇപ്പൊ നമുക്കറിയാം എന്താണ്, മെയിൽ ഫീമെയിൽ കൂടാതെ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന പുതിയ ജെൻഡർ അല്ലെ, ലിംഗ വിഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവരെ കുറിച്ചുള്ള ഒരു ഐഡിയ ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായി, ചോദിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ജെൻഡർ സ്വീകരിക്കാന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അല്ലെ. നമ്മൾ പറയുമ്പോൾ അങ്ങനെ തന്നെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, പറയുക വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണ്, അവർക്ക് വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കൊടുക്കുക. അപ്പോൾ ജെൻഡറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മോക്ക് ഡ്രില്ല്, അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന എന്തെങ്കിലും പ്രത്യേകം ഒരു സംഭവം, പ്രത്യേകിച്ച് ആ ഇന്റർവ്യൂവിന്റെ ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സംഭവങ്ങളോ ഒരു ന്യൂസോ വാർത്ത അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് നോക്കി പോവുക കേട്ടോ. പിന്നെ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഹിന്ദിയിൽ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിന്ദിയിലേക്ക് വന്നിട്ടുള്ള കൃതികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കി പോവുക. പിന്നെ പ്രത്യേകമായിട്ടുള്ള ട്രാൻസ്ലേഷൻ ടേമുകൾ അല്ല, അതുപോലെ തന്നെ ഈ എന്താ പറയുക, യൂണിവേഴ്സിറ്റി, കേരള PSC, ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെയൊക്കെ ഹിന്ദി ടേംസുകളെ കൂടി നിങ്ങളൊന്ന് നോക്കി പോവുക കേട്ടോ. അപ്പോൾ ഇതാണ് പൊതുവെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് തന്നെ അടുത്ത ജില്ലയിൽ ചോദിക്കണം എന്ന് നിർബന്ധമില്ല. ഒരു ജില്ലയിൽ തന്നെ പലരോടും വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നതെന്ന് അറിയേണ്ടായിരുന്നു. പിന്നെ ഈ സെൽഫ് ഇൻട്രോ എന്നുള്ള സംഭവം ഒട്ടുമിക്ക ആളോടും ചോദിച്ചു എന്നുള്ളതാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുക. ബയോഡാറ്റ നിങ്ങൾ എന്താണ് എഴുതുന്നത് അതിനെ കുറിച്ചുള്ള ഒരു നോളജ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യുക, വളരെ കൂളായിട്ട് അറ്റൻഡ് ചെയ്യാട്ടോ. ചില ആളുകൾക്ക് വളരെ വളരെ സ്പീഡായിട്ട് തന്നെ കഴിഞ്ഞു, അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് അത്രയൊക്കെ എടുത്തോളൂ എന്നൊക്കെ പറയണ്ടായിരുന്നു. ചില ആളുകൾക്ക് മാത്രം 10 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെ എടുത്തു എന്ന് പറയേണ്ടായിരുന്നു. അപ്പോൾ പങ്കെടുത്തവരൊക്കെ വളരെ കൂളായിട്ടാണ് പങ്കെടുത്തത്. ടെൻഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആളുകളും ആ ഒരു സംഭവം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ടെൻഷൻ ഒന്നും വേണ്ട, വളരെ കൂളായിട്ട് ബേസിക്കായി എന്താണ് ഇന്റർവ്യൂ എന്നുള്ളത് നമ്മുടെ ഇന്റർവ്യൂ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകുക. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അവിടെ എക്സ്പീരിയൻസ് താഴെ ഒന്ന് കമന്റ് ചെയ്യാതെ മറ്റുള്ള കുട്ടികൾ കൂടി എന്ത് ചെയ്യട്ടെ, ഉപകാരപ്പെടട്ടെ. അപ്പൊ എന്തായിരുന്നാലും എല്ലാവരും നല്ല മികച്ച റാങ്ക് നേടി എത്രയും പെട്ടെന്ന് സർവീസിലേക്ക് വരട്ടെ. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ ബാച്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ, സർവീസിൽ കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.